ഞാൻ ഇവിടെ രാവിലെ കടിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബൻദോശയാണ്. അതിന് വേണ്ടുന്ന സാധനമുണ്ട്. ഇതിന് 2 കപ്പ് പച്ചരി, ഇതിലേക്ക് 2 സ്പൂൺ ഉലുവ, 1 തേങ്ങ, 2 കപ്പ് ചോറ്. ബൻദോശക്കും വേണ്ടി കുതിർത്തി വെച്ച അരിയാണ് മിക്സിയിലേക്ക് ഇടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബൻദോശക്കുള്ള അരി അരിച്ചെടുത്തിട്ടുള്ളൂ. അതിലേക്ക് 2 കപ്പ് ചോറ്, 1 മുറി തേങ്ങ ചരുകിയത്, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നല്ല മണ്ണ് അടിക്കുക. അങ്ങനെ നമ്മൾ അരച്ച് വെച്ച ബൻദോശ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ ബൻദോശൻ്റെ മാവ് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് പാരാൻ പോവുകയാണ്. നല്ലതുപോലെ ഇളക്കി ചേർക്കുക. അങ്ങനെ നമ്മൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 കയ്യിൽ വെച്ച് കൊടുക്കുക. രണ്ട് മിനിറ്റ് മൂടി വെക്കുക. നമ്മൾ മറിച്ചിട്ട് കുറച്ച് 2 മിനിറ്റ് വെക്കുക. ബൻദോശക്ക് ആവശ്യമായ അടിപൊളി ചട്നീൻ്റെ സാധനങ്ങൾ: തേങ്ങ 1 മുറി, 4 പച്ചമുളക്, ഉഴുന്നും പരിപ്പ് 3 സ്പൂണ്, പൊട്ടുകടല 3 സ്പൂണ്, പുളി കുറച്ച് ചെറുതായിട്ട്, ഉപ്പ് പാകത്തിന്. ഇത് ഞാൻ 2 കൂടി വറുത്തെടുത്തതാണ്. വെളിച്ചെണ്ണയിൽ പച്ചമുളകും കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പ് കൂടി വെളിച്ചെണ്ണയിൽ 3 കൂടി വറുത്തതാണ്. മിക്സിയിലിട്ടെടുക്കുക. അത് തേങ്ങ, ഉപ്പ്, പച്ചമുളക്, ഉള്ളി, പൊട്ടുക്കടല ഉഴുന്നും പരിപ്പ് വറുത്തതായിട്ടാണ്. എല്ലാം കൂടി മിക്സാക്കിയിട്ട് അടിച്ച് വെക്കാം. ചട്നി നമ്മൾ അരച്ചിട്ടുള്ളത് കടുക് വറുക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ: 2 സ്പൂണ് എണ്ണ, വെളിച്ചെണ്ണ, 2 വെട്ടൽമുളക് മുറിച്ചത്, അരച്ച് വെച്ച മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കും. അങ്ങനെ നമ്മളെ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. ബൻദോശയിലേക്കുള്ള അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.